ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് സീറ്റ് സംവരണം? എവിടെ മുതൽ എവിടം വരെയാണ് പട്ടിണി ജാഥ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഷൺമുഖം ഷെട്ടി ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയല്ലേ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയില്ലയുടെ 1950 ആ സമയത്ത് ബജറ്റ് അവതരിപ്പിച്ച ഒരു മലയാളിയാണ്. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ പിന്മാറാവേ. ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഏതൊക്കെ? സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ മൊത്തം 8 എണ്ണമാണ് ഉള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് റാങ്ക് മേക്കിംഗ് സീരീസ് 16ലേക്ക് കടക്കുകയാണ്. കുറെ നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. റിവിഷന് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മാക്സിമം പരീക്ഷകൾ അടുത്ത് പോലീസ് പരീക്ഷ വരുന്നു. ആദ്യമേ പോലീസ് പരീക്ഷ വരുന്നുണ്ട്, പിന്നെ LD വരുന്നു, LGS വരുന്നു, ഒത്തിരി ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ഉണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സമീപിക്കുക, കിട്ടും. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടേ പിന്മാറാവേ. ഓരോ ബുദ്ധിമുട്ടുകൾ വന്നെങ്കിലും അത് കവച്ചു വെച്ച് മുന്നോട്ട് വരിക. ഞങ്ങളുടെയൊക്കെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഏത് ഭാഗമാണോ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. സയൻസിന്, ഭരണഘടനയ്ക്ക്, കറണ്ട് അഫേഴ്സ് ഒക്കെ നല്ലവണ്ണം മാസ ബേസ് വെച്ച് പഠിച്ച് പോകണേ. മാർക്കൊന്നും പോവാൻ നിൽക്കരുത്. കറണ്ട് അഫേഴ്സിനൊക്കെ ഇപ്രാവശ്യം മാർക്ക് കൂടുതലാണ്. അപ്പം ഏറ്റവും പാടുള്ള കണക്കൊക്കെ ചിലവർ പാടാണ് എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട. ഇപ്പൊ സമയമുണ്ടല്ലോ, ചെയ്ത് അങ്ങ് ശീലിക്ക്. നിങ്ങൾ ചെയ്ത് ഒട്ടും അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ലെവലില്ലെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ കൂടെ കാണുമെന്നേ. കാരണം നിങ്ങൾക്ക് അറിയുന്ന ഒരു ചോദ്യമേ തരത്തുള്ളൂ. പക്ഷെ ഇതെന്നെ കൊണ്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വല്ലപ്പോഴും ഒക്കെ നോക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രയോജനവും കാണത്തില്ല. കാരണം നിങ്ങൾക്ക് പാടായിരിക്കും. അതിനേക്കാളത് എന്നും പാടുള്ള സബ്ജക്റ്റിന് നിങ്ങൾ ഒരിച്ചിരി നേരം അധികം കൊടുക്കുക. ഇത് ഞാൻ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതങ്ങ് സിമ്പിൾ ആക്കി നിങ്ങൾ അടുപ്പിച്ച് ഒരു 10 ദിവസമോ ഒരു 20 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ തുടർച്ചയായിട്ട് ഒരു ഇത്ര സമയം അതിന് മാറ്റി വെച്ച് നോക്കുക. പിന്നെ അതങ്ങ് സിമ്പിളായി മാറുമെന്നേ. ഇതെനിക്കും പാടാണ്. ചിലർ കറണ്ട് അഫേഴ്സ് സമയത്ത് എടുക്കത്തില്ല, സമയമാകുമ്പോൾ ഒരു എടുക്കുക. അല്ലെങ്കിൽ ചിലർ സയൻസ് വിഷയങ്ങൾ എപ്പോഴും അങ്ങ് ഒഴിവാക്കും. അവരോടൊക്കെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മേഖലയും ഒരേപോലെ കൊണ്ടുപോയെങ്കിലേ റാങ്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിലയിരുത്തേണ്ടത് ഒരു അറ്റവും മൂലം അല്ലെങ്കിൽ കുറെ GK റിവിഷൻ നടത്തി അല്ലെങ്കിൽ പഴയ ചോദ്യപേപ്പർ പഠിച്ചു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് പാട് തോന്നുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുമ്പോൾ മാർക്ക് പോകുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ പല ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറെ വ്യത്യസ്ത ഈ മേഖലകളൊന്നും ഞാൻ നോക്കിയില്ലല്ലോ. ചിലപ്പം ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരളവും ഇന്ത്യയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഒന്നും നോക്കിയില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയായി അംഗീകരിക്കണം, ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് സീറ്റ് സംവരണം? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ട് പല ചോദ്യപേപ്പർ നോക്കുമ്പോൾ ആ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് പിന്നീട് പോയി അത് കവർ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക. കിട്ടുമെന്നേ ധൈര്യമായിട്ട്. ഞാൻ ഒത്തിരി കത്തിയടിക്കില്ല. എല്ലാ ദിവസവും വന്ന് മോട്ടിവേഷൻ തരിക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഞാനും ഓർക്കുന്നത്, എന്നെ പോലെ പഠിക്കാൻ വന്നവരാ, ഞാനും ഇതുപോലെ പഠിച്ച് ജോലി കിട്ടിയതാ. നിങ്ങളെ ആഗ്രഹിച്ച് ജോലി നേടാനും വന്നവരല്ലേ. ഒത്തിരി സന്തോഷത്തോടെ പറയാം. നമുക്കൊന്ന് റിവിഷൻ നടത്താം. റിവിഷൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. 1935 നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടമില്ല സമരത്തിന് നേതൃത്വം നൽകിയതായിരുന്നു. 1935 നടന്ന പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടമില്ല സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? AK ഗോപാലനായിരുന്നു. ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരായിരുന്നത്? AK ഗോപാലനാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. ആരെന്ന് ചോദിച്ചാൽ AK ഗോപാലൻ എവിടുത്തുകാരനാണ്? AK ഗോപാലൻ എവിടുത്തുകാരൻ എന്ന് വെച്ചാൽ കണ്ണൂരിലെ മാവില അല്ലെ. കണ്ണൂരിലെ മാവിലയിലാണ് AK ഗോപാലൻ ജനിച്ചത്. 1904 ഒക്ടോബർ 1. 1904 ഒക്ടോബർ 1 കണ്ണൂരിലെ മാവിലയിലാണ് ആര് ജനിക്കുന്നത്? AK ഗോപാലൻ. AK ഗോപാലന്റെ ആത്മകഥയുടെ പേര് അറിയാമോ? AK ഗോപാലന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിതകഥ. എന്റെ ജീവിതകഥ. ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? മൈ ലൈഫ് സ്റ്റോറി. ആരുടെ ആത്മകഥയാ? AK ഗോപാലന്റെ ആത്മകഥയാണ്. നല്ലൊരു ക്വസ്റ്റ്യനാ. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്ത കൃതിയുണ്ട്, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. അപ്പൊ എന്റെ ജീവിതകഥ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, എന്റെ പൂർവകാല സ്മരണകൾ, ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. അത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു, എന്റെ ഡയറി, ഹരിജനം, മണ്ണിന് വേണ്ടി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ഓക്കെ. അപ്പൊ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, എന്റെ പൂർവകാല സ്മരണകൾ, തെറ്റിപ്പോരുതേ, ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ഇതൊക്കെ ആരുടെ കൃതിയാണ്? AK ഗോപാലന്റെ കൃതിയാണ്. AK ഗോപാലന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞാടെ എന്റെ ജീവിതകഥ. അദ്ദേഹം നടത്തിയ ജാഥ ഏതായിരുന്നു? അദ്ദേഹം നടത്തിയ ജാഥ 1936 പട്ടിണി ജാഥ അല്ലെ. 1936 പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. എവിടെ മുതൽ എവിടം വരെയാണ് പട്ടിണി ജാഥ? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. എന്തായിരുന്നു? മലബാറിലെ ശോചനീയാവസ്ഥ മദ്രാസ് ഹൈക്കോടതിയെ അറിയിക്കാൻ വേണ്ടിയാണ് അല്ലെ. മലബാറിലെ ശോചനീയാവസ്ഥ അറിയിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പട്ടിണി ജാഥ നയിച്ചത്. എവിടെ മുതൽ എവിടം വരെ? കണ്ണൂർ
മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ പോയത്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലന്. പിന്നെ മലബാർ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ മലബാർ ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാലും AKG പറയേണ്ടത്. ഓക്കെ. പിന്നെ ക്ഷേത്ര സത്യാഗ്രഹ ജാഥയുണ്ട്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചതും ആരാണ്? AK ഗോപാലന്. അപ്പം ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചു. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചു. പിന്നെ പട്ടിണി ജാഥ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ എവിടെയായിരുന്നു? പട്ടിണി ജാഥ. ഓക്കെ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AKG അല്ലേ? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കുന്നത് AKG അല്ലേ? ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് AKG ആണ്. കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നാരാണ്? AKG ആണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AKG ആണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്, അംഗീകൃതയല്ല, ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതായിരുന്നു? AKG ആണ്. AKG ആണ്. കാൽനട ജാഥയും നടച്ചിട്ടുണ്ട് കേട്ടോ. 1960 തിരുവനന്തപുരത്ത് നിന്ന്, അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥ നയിച്ചത് AKG അല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് കാൽനട ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 1960 കാൽനട ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. 1935 നടന്ന പ്രശസ്ത തിരുവണ്ണൂർ കോട്ടമിൽ സമരം, മറന്നുപോരുത്, തിരുവണ്ണൂർ കോട്ടമിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? AKG ആണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇന്ത്യയിൽ കരുതൽ നിയമ തടങ്കൽ പ്രകാരം, കരുതൽ തടങ്കൽ ഉണ്ടല്ലോ, കരുതൽ നിയമ തടങ്കൽ പ്രകാരം ആർട്ടിക്കിൾ 22 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യമായി അറസ്റ്റ് ചെയ്ത വ്യക്തിയും AKG ആണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്ത വ്യക്തി ആരായിരുന്നത്? AK ഗോപാലനാണ്. ഓക്കെ. AK ഗോപാലൻ 1977 മാർച്ച് 22 മരിക്കുന്നത്. 77 മാർച്ച് 22. AKG സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്, AKG ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി, AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂര്. ഇതൊക്കെ നമ്മളെ ബുക്കുകളിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ പെട്ടെന്ന് ഒന്നുകൂടെ പറയട്ടെ. AKGക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 1904 ഒക്ടോബർ 1 കണ്ണൂരിലെ മാവിലയിലാണ് AKG ജനിച്ചത്. AKGയുടെ ആത്മകഥയുടെ പേര് എന്റെ ജീവിതകഥ എന്നതാണ്. AKGയുടെ പ്രധാന കൃതികൾ കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഞാനൊരു പുതിയ ലോകം കണ്ടു, എന്റെ പൂർവ്വകാല സ്മരണകൾ, ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ AKG ആണ്. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവും കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവും ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാലും AKG ആണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥയും 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാൽനട ജാഥ നയിച്ചതും AKG ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് AKG ആണ്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും AKG ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. കരുതൽ നിയമ തടങ്കൽ പ്രകാരം ആദ്യമായി അറസ്റ്റ് ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരാണ്? AKG ആണ് നമ്മൾ പറയേണ്ടത്. കുഴപ്പമില്ലല്ലോ. AKG. അപ്പൊ പ്രശസ്തമായ തിരുവണ്ണൂർ കോട്ടമിലെ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AKG ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മലയാളം സംസാരിക്കുന്ന ജനവിഭാഗത്തിനായി ഇന്ത്യയിൽ ഒരു ഏകീകൃത കേരളം എന്ന ആശയം ഉയർത്തിക്കാട്ടുകയും ബ്രിട്ടീഷ് മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവ ലയിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിനാൽ ഐക്യ കേരള തമ്പുരാൻ എന്ന പദവി നൽകി ആദരിക്കപ്പെട്ടതാരെ? നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് GKയിൽ. ഐക്യ കേരള തമ്പുരാൻ കേരളവർമ്മ ഏഴാമനെയാണ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടോ? മലയാളം സംസാരിക്കുന്ന ജനവിഭാഗത്തിനായി ഇന്ത്യയിൽ ഒരു ഏകീകൃത കേരളം എന്ന ആശയം ഉയർത്തിക്കാട്ടിയ ആദ്യ വ്യക്തി കേരളവർമ്മ ഏഴാമനാണ്. ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ലയിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തതിനാൽ ഇദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? ഐക്യ കേരള തമ്പുരാൻ എന്ന പദവി നൽകിയത് കേരളവർമ്മ. പദവി നൽകി ആദരിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? കേരളവർമ്മ ഏഴാമനാണ്.
അത് പഠിക്കുമല്ലോ, അത് നല്ലൊരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ച ജയിലായ ഏർവാഡ ജയിൽ എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏർവാഡ ജയിൽ എവിടെയാണ്? ഏർവാഡ ജയിൽ പൂന. അഗാഖാൻ കൊട്ടാരം പൂനെയിലല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗാഖാൻ കൊട്ടാരം, കസ്തൂർബ ഗാന്ധി അന്തരിച്ച കൊട്ടാരം ഏതെന്നൊക്കെ ചോദിച്ചിട്ടില്ലേ? അഗാഖാൻ കൊട്ടാരം പൂനെയിലാണ്. ഏർവാഡ ജയിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. പൂനെയിലാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം അറസ്റ്റ് ചെയ്തത് പൂനെയിലാണ്. ഓക്കെ, പിന്നെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് പിന്നീട് ആരാണ് ഏറ്റെടുക്കുന്നത്? ഏറ്റെടുക്കുന്നത് അബ്ബാസ് തിയാബ്ജിയാണ്. ഗാന്ധിജിയുടെ അറസ്റ്റിനെ തുടർന്ന് ഏറ്റെടുക്കുന്നത് ആരാണ്? അബ്ബാസ് തിയാബ്ജി. ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് അത് സരോജിനി നായിഡു. ധരാസന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? സരോജിനി നായിഡു. അപ്പൊ ഏർവാഡ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂന. അഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പൂന. ഡെക്കാണിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്നത് പൂനെയല്ലേ? ഡെക്കാണിന്റെ രാജ്ഞി എന്ന് വിളിക്കുന്നത് പൂനെ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലല്ലേ? ആണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ്. അതുപോലെ INC-യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലല്ലേ? ആണ്. INC-യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെ. പക്ഷേ പ്ലേഗ് കാരണം പിന്നീട് മാറ്റിവെച്ച് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലോട്ട് മാറ്റി അല്ലെ. INC-യുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൂന. ഏർവാഡ ജയിൽ, അഗാഖാൻ കൊട്ടാരം ഇതൊക്കെ എവിടെയാണ്? പൂനെയിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഏർവാഡ ജയിൽ എവിടെയാണ്? പൂനെയിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തത്വചിന്തകനായ വോൾട്ടയറിന്റെ പ്രധാന കൃതി ഏത്? 3 തത്വചിന്തകരല്ലേ നമുക്കുള്ളത്. ഏതൊക്കെയാണ്? 1 റൂസോ, 2 വോൾട്ടയർ, 3 മൊണ്ടസ്ക്യൂ അല്ലെ. വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. 1 റൂസോ, 2 വോൾട്ടയർ, 3 മൊണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന തത്വചിന്തകൻ റൂസോയാണ് അല്ലെ. റൂസോയുടെ പ്രധാന കൃതി ഏതാണ്? റൂസോയുടെ പ്രധാന കൃതി സോഷ്യൽ കോൺട്രാക്ട്. റൂസോയുടെ പ്രധാന കൃതി ഏതാ? ദ സോഷ്യൽ കോൺട്രാക്ട്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നത് തന്നെ സോഷ്യൽ കോൺട്രാക്റ്റിനെയാണ്. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നതെങ്കിലും അവൻ എല്ലായിടവും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റില. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. റൂസോയുടെ വിദ്യാഭ്യാസപരമായി എഴുതിയ കൃതി ഏത്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി എന്ന് വിളിക്കുന്നത്. അപ്പൊ റൂസോ വിദ്യാഭ്യാസപരമായി എഴുതിയ കൃതി ഏതാണ്? എമിലി. അപ്പൊ റൂസോയുടെ 2 കൃതികൾ പഠിച്ചേ. റൂസോയുടെ പ്രധാന കൃതി ഏതാണ്? ദ സോഷ്യൽ കോൺട്രാക്ട്. റൂസോ വിദ്യാഭ്യാസപരമായി എഴുതിയ കൃതി ഏതാണ്? എമിലിയാണ്. ഇനി നല്ലൊരു ചോദ്യമുണ്ട്. റൂസോയുടെ ആത്മകഥയുടെ പേര് ചോദിച്ചിട്ടുണ്ട്. റൂസോയുടെ ആത്മകഥയുടെ പേര് കൺഫെഷൻസ് എന്നാണ് കേട്ടോ. കൺഫെഷൻസ്, കുംഭസാരം. റൂസോയുടെ ആത്മകഥയുടെ പേരെന്താണ്? കുംഭസാരം എന്ന് വിളിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്ന ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? ശിശു നെപ്പോളിയൻ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ആണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയനെ നാടുകടത്തിയ യുദ്ധം ഏതാണ്? നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാ? 1815 വാട്ടർലൂ യുദ്ധം അല്ലെ. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാ? 1815 വാട്ടർലൂ യുദ്ധമാണ്. ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അല്ലെ. ആർതർ വെല്ലസ്ലി അഥവാ ഡൂക്ക് ഓഫ് വെല്ലിംഗ്ടണും നെപ്പോളിയനും തമ്മിൽ നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. ഏത് വർഷമാ? 1815. ഫ്രാൻസിലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് ഒക്കെ സ്ഥാപിച്ചതൊക്കെ നെപ്പോളിയൻ ആണെന്ന് അറിയാം അല്ലെ. നെപ്പോളിയന്റെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നല്ല രാഷ്ട്രം തരാം. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ അല്ലേ? നെപ്പോളിയൻ. അസാധ്യം എന്നത് എന്റെ നിഘണ്ടുവിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും നെപ്പോളിയൻ ആണ്. അപ്പൊ റൂസോയുടെ പ്രധാനപ്പെട്ട കൃതി പറഞ്ഞ സോഷ്യൽ കോൺട്രാക്റ്റും എമിലിയും. റൂസോയുടെ ആത്മകഥ പറഞ്ഞ കൺഫെഷൻസ്. അടുത്ത വോൾട്ടയറിന്റെ കൃതി അതാണ് ചോദിച്ചിരിക്കുന്നത്. കാൻഡിഡ അല്ല, കാൻഡിഡേ. വോൾട്ടയറിന്റെ കൃതി ഏതാണ്? കാൻഡിഡേ. കേരളത്തിന്റെ വോൾട്ടയർ ആരാണ്? കേരളത്തിന്റെ വോൾട്ടയർ നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. അതായത് മലയാളത്തിന്റെ വോൾട്ടയർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? കേരളത്തിന്റെ വോൾട്ടയർ എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പൊ കേരളത്തിന്റെ വോൾട്ടയർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്തതായി ഇപ്പം നടന്ന എക്സൈസ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഇപ്പം നടന്ന ഒരു എക്സൈസ് പരീക്ഷയ്ക്ക് മൊണ്ടസ്ക്യൂവിന്റെ കൃതി ചോദിച്ചു. മൊണ്ടസ്ക്യൂവിന്റെ കൃതി എന്താണെന്ന് അറിയാമോ?
നിയമങ്ങളുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത അല്ലെങ്കിൽ നിയമങ്ങളുടെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ആരുടെ കൃതിയാണ്? മൊണ്ടസ്ക്യൂവിന്റെ കൃതിയാണ്. അപ്പൊ വോൾട്ടേറിന്റെ കൃതി കാൻഡിഡേ ആണെങ്കിൽ മൊണ്ടസ്ക്യൂവിന്റെ കൃതി ഏതാണ്? നിയമങ്ങളുടെ അന്തസത്ത. കിട്ടുമല്ലോ? അത് നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചു നോക്കേ. അടുത്ത ചോദ്യം നോക്കേ. അറ്റോർണി ജനറലിന്റെ ഭരണകാലാവധി എത്ര വർഷമാണ്? ഒരു അറ്റോർണി ജനറലിന്റെ ഭരണകാലാവധി നമുക്കറിയാം, പ്രസിഡന്റ് 5 വർഷം, വൈസ് പ്രസിഡന്റ് 5 വർഷം, പ്രധാനമന്ത്രി 5 വർഷം, ഇങ്ങനെയൊക്കെയല്ലേ വേണം. പക്ഷെ അറ്റോർണി ജനറലിന്റെ കാലാവധി എങ്ങനെയാണ് ചോദിച്ചാൽ ചിലർ മറന്നുപോകും, ചിലർ 5 വർഷം എന്ന് പറയും. ഇല്ല, ഭരണകാലാവധി ഭരണഘടനയിൽ ഇതുവരെ പരാമർശിച്ചിട്ടില്ല. കേട്ടല്ലോ, ഭരണഘടനയിൽ ഇതുവരെ പരാമർശിച്ചില്ല. ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമ ഓഫീസർ എന്ന് വിളിക്കുന്നതാണ് അറ്റോർണി ജനറൽ, അല്ലെ? ഒന്നാമത്തെ നിയമ ഓഫീസർ. പിന്നെ സോളിസിറ്റർ ജനറൽ വരും. അതെ, കേന്ദ്ര ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അറ്റോർണി ജനറലിന്റെ കടമ. അതുപോലെ അറ്റോർണി ജനറലെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആണ്. നീക്കം ചെയ്യുന്നതും ആരാണ്? അറ്റോർണി ജനറലിന് സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട ഒരു യോഗ്യത ഉണ്ടാകണം. അറ്റോർണി ജനറലിന്റെ യോഗ്യത എന്താണ്? സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട യോഗ്യത ഉണ്ടായിരിക്കും. പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതൊരു കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറലിന്റെ പേര് പറയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെതൽവാദ് ആണ്. കേട്ടോ, MC സെതൽവാദ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാദ് ആണ് ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന അറ്റോർണി ജനറലും ഇയാൾ തന്നെയാണ്. കേട്ടോ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാദ്. ആദ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആരെന്ന് ചോദിച്ചാലും MC സെതൽവാദ് ആണ്. നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. പിന്നെ അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി ആരെന്ന് ചോദിക്കാം. അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ആദ്യ മലയാളി കാസർഗോഡുകാരനായ KK വേണുഗോപാലാണ്. കേട്ടോ, അറ്റോർണി ജനറൽ പദവിയിലെത്തിയ ഏക മലയാളി ആരാണ്? കാസർഗോഡുകാരനായ KK വേണുഗോപാലാണ്. മറന്നുപോരുത്, 15ാമത്തെ വ്യക്തിയാണ്. ഏക മലയാളി അദ്ദേഹമാണ്. അദ്ദേഹം ഭൂട്ടാന്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയിലും നേപ്പാളിന്റെ ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയിലും അംഗമായ മലയാളി എന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ KK വേണുഗോപാലാണ്. അപ്പം അറ്റോർണി ജനറൽ ആകുന്ന ഏക മലയാളി ആരാണ്? KK വേണുഗോപാൽ. എത്രാമത്തെ വ്യക്തിയാണ്? 15ാമത്തെ അറ്റോർണി ജനറൽ. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഭൂട്ടാന്റെ ഭൂട്ടാന്റെ ഭരണഘടനയും നേപ്പാളിന്റെ ഭരണഘടനയും തയ്യാറാക്കുന്ന സമിതിയിൽ അംഗമുണ്ടായിരുന്നത് ആരാണ്? നമ്മുടെ KK വേണുഗോപാലാണ്. കിട്ടുമല്ലോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് ആചരിക്കുന്നത് കേരള സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ച ദിനം ഏതെന്ന്? തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് പറയുന്നത് ഫെബ്രുവരി 19 ആണ്. തദ്ദേശ സ്വയംഭരണ ദിനം ഏതാണ്? ഫെബ്രുവരി 19 ആണ്. ബൽബന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ്. പഞ്ചായത്ത് രാജ് ദിനം വേറെയാണ്. പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം എന്നു വെച്ചാൽ. തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് ആചരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത് ഫെബ്രുവരി 19 ബൽബന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതൊന്നോ പഞ്ചായത്ത് രാജൊക്കെ അതിൽ ശ്രദ്ധിച്ച് പറയുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു, അല്ലെ? ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു ആണ്. ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭു ആണ്. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ചത് റിപ്പൺ പ്രഭു ആണ്, അല്ലെ? ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ചത് റിപ്പൺ പ്രഭു ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭു ആണ്, അല്ലെ? പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചു. അപ്പൊ റിപ്പൺ പ്രഭുവിന് എന്തൊക്കെ പറയാടെ? ഇന്ത്യയിൽ ഔദ്യോഗിക സെൻസസ് എടുത്തു. 1881 ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭു ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ രൂപീകരിച്ചത് റിപ്പൺ പ്രഭു ആണ്. അതുപോലെ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭു ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആര്? റിപ്പൺ പ്രഭു. ജനകീയ വൈസ്രോയി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും റിപ്പൺ പ്രഭു ആണ്. ജനകീയ വൈസ്രോയി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ഏതാണ്? റിപ്പൺ പ്രഭു ആണ്. ഓക്കെ, അപ്പൊ പഞ്ചായത്ത് രാജ് ദിനം എന്താണ്? പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24 തദ്ദേശ സ്വയംഭരണ ദിനമായിട്ട് പറയുന്നത് എന്നാ ഫെബ്രുവരി 19 ആണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എത്രയാണ്? ഭാഗം 9 പട്ടിക 11 ആർട്ടിക്കിൾ 243 A മുതൽ O വരെ. 243 A മുതൽ O വരെയാണ്, അല്ലെ? ഭാഗം എത്രയാണ്? ഭാഗം 9. പട്ടിക എത്രയാണ്? പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 11ാം പട്ടികയാണ്. ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് വന്നത് എവിടെയാ? രാജസ്ഥാനിലെ നൗഗോർ, അല്ലെ? നാഗൂർ. 1959 ഒക്ടോബർ 2 നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ആ പഞ്ചായത്ത് രാജ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം വന്നത് എന്നാണ്? ഇന്ത്യയിൽ
പഞ്ചായത്ത് രാജ്? 1993 ഏപ്രിൽ 24. കേരളത്തിൽ എന്നാ പഞ്ചായത്ത് രാജ് വന്നത്? 1994 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 24. 94 ഏപ്രിൽ 23. ഇന്ത്യയിൽ കേരളം ഒന്നും കൂടെ പറഞ്ഞേ. ഇന്ത്യയിൽ വന്നത് 1993 ഏപ്രിൽ 24. കേരളത്തിൽ പഞ്ചായത്ത് രാജ് വന്നത് 1994 ഏപ്രിൽ 23. സെറ്റ് ആവുമല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആര്? ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായി. എത്ര തവണ? 10 തവണയാണ്. ഓക്കെ, അപ്പം അതോ ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാന്നറിയാമോ? ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ് കേട്ടോ. കാനിങ് പ്രഭുവിന്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്നറിയാമോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് R.K. ഷൺമുഖം ഷെഡ്ഡിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ജെയിംസ് വിൽസൺ ആണ്, കാനിങ് പ്രഭുവിന്റെ കാലത്ത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ഷെഡ്ഡി, ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയല്ലേ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതിലൂടെ 1950 ആ സമയത്ത് ബജറ്റ് അവതരിപ്പിച്ച ഒരു മലയാളിയാണ്. ആരാന്നറിയാമോ? ജോൺ മത്തായി. അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിച്ച മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. അതായത് R.K. ഷൺമുഖം ഷെഡ്ഡി രാജിവെക്കുമ്പോൾ നമ്മുടെ റെയിൽവേ ഗതാഗത വകുപ്പ് ഉണ്ടായിരുന്ന ജോൺ മത്തായിക്ക് എന്തും കൂടെ കൊടുക്കുന്നു? ധനകാര്യ സ്ഥാനവും കൂടെ കൊടുക്കുന്നു. അങ്ങനെ 50 ആദ്യത്തെ ഒരേ ഒരു തവണ ഒരു മലയാളി ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളൂ, ഈ തവണയാണ് അല്ലെ. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച മലയാളി ആരാണ്? ജോൺ മത്തായി. ഇനി പിന്നെ ഈ ബജറ്റ് ലോകസഭ രാജ്യസഭ അങ്ങ് രണ്ടാക്കി മാറ്റത്തിലെ 1952 ലോകസഭയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരെന്ന് വെച്ചത്? 52 ലോകസഭ രൂപീകരിക്കുന്നത്. ലോകസഭയും രാജ്യസഭയൊക്കെ വരുന്നത് 1952 ലോകസഭയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് C.D. ദേശ്മുഖ് ആണ് കേട്ടോ. C.D. ദേശ്മുഖ്. അപ്പൊ 3 പഠിച്ചേ. ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ജെയിംസ് വിൽസൺ, കാനിങ് പ്രഭുവിന്റെ കാലത്ത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? R.K. ഷൺമുഖം ഷെഡ്ഡി. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ബജറ്റ് അവതരിപ്പിച്ച മലയാളി ആര്? ബജറ്റ് അവതരിപ്പിച്ച മലയാളി നമ്മുടെ ജോൺ മത്തായി. ലോകസഭ രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? 1952 C.D. ദേശ്മുഖ് ആണ് അതെന്ന് പറഞ്ഞത്. ഓക്കെ, ബജറ്റ് ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ലോകസഭയിൽ. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഒന്ന് പറഞ്ഞേടെ. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 അല്ലെ. 112 ഭാഗം 5 കേട്ടോ. ബജറ്റിനെ പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? 112 ഭാഗം എത്രയാണ്? 5 എന്നതാണ് പറയുന്നത്. വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് ബജറ്റിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അല്ലാതെ ബജറ്റ് എന്ന വാക്കില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് വാർഷിക ധനകാര്യ പ്രസ്താവന, വാർഷിക ധനകാര്യ പ്രസ്താവന എന്നതാണ്. ബജറ്റ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് അറിയാമോ? ബജറ്റ് എന്ന വാക്കിനർത്ഥം തുകൽ സഞ്ചി എന്നാണ്. ബജറ്റ് എന്ന വാക്കിനർത്ഥം എന്താണ്? തുകൽ സഞ്ചി. വില്യം പുൽറ്റൈനിയാണ് ആദ്യം ഈ വേർഡ് കൊണ്ടുവരുന്നത്. വില്യം പുൽറ്റൈനി എന്ന് പറയുന്ന വ്യക്തിയാണ് ബജറ്റ് എന്ന വാക്ക് ആദ്യം കൊണ്ടുവരുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിൽ. ആരുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? രാഷ്ട്രപതിയുടെ പേരിൽ. രാഷ്ട്രപതിയുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ധനകാര്യമന്ത്രിയല്ലേ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലാണെങ്കിൽ അവിടുത്തെ ബജറ്റ് പാസ്സാക്കേണ്ടത് കേന്ദ്ര ക്യാബിനറ്റ് ആണ് കേട്ടോ. അവിടെ നമ്മുടെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണമാണെങ്കിൽ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട ആരാണ്? കേന്ദ്ര ക്യാബിനറ്റ് ആണ്. കേന്ദ്ര ക്യാബിനറ്റ് ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. അപ്പൊ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതാരാ? മൊറാർജി ദേശായി 10 തവണ. അടുത്ത ഓക്കെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയെന്ന് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി ഡെറാഡൂണിലാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയുടെ ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് വിളിക്കുന്നത് ഡെറാഡൂണെയാണ് അല്ലെ. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഡെറാഡൂൺ ആണ്. അതുപോലെ ഇനി വേറൊരു ചോദ്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വന്നു. ഇന്ത്യയിൽ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ തെലുങ്കാനയാണ്. ഇന്ത്യയിൽ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വന്നത് എവിടെയാണ്? തെലുങ്കാന. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി വന്നത് തെലുങ്കാനയില്. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി വന്നത് എവിടെയാണ്? ഡെറാഡൂണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ?
ഡെറാഡൂൺ ആണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് വെച്ച്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കേരളവുമായി ബന്ധപ്പെട്ടാൽ കേരളത്തിൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? കേരളത്തിൽ ഫോറസ്റ്റ് അക്കാദമി അത് അരിപ്പ, തിരുവനന്തപുരത്ത് അരിപ്പയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യത്തിൽ ഞാൻ കണ്ടതാണ്, തിരുവനന്തപുരത്തെ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ, തിരുവനന്തപുരം പാലോട് ബോട്ടാണിക്കൽ ഗാർഡൻ, അത് ആരുടെ പേരിലാണെന്ന് ചോദിച്ചിരിക്കുന്നു. ആരുടെ പേരിലാണ് തിരുവനന്തപുരം പാലോട് ബോട്ടാണിക്കൽ ഗാർഡൻ? ആരുടെ പേരിലാണ്? ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ എന്നാണ്. ജവഹർലാൽ നെഹ്റു ബോട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്താണ് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ, അത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ്. അതുപോലെ നമ്മുടെ കോഴിക്കോട് ഒളവണ്ണ ഇല്ലേ, കോഴിക്കോട് ഒളവണ്ണ, അവിടെ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പൊ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ്? കോഴിക്കോട് ഒളവണ്ണയിലാണ് മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ അപ്പൊ കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലുണ്ട്. തൃശ്ശൂര് പീച്ചിയിലാണ് കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഫോറസ്റ്റ് അക്കാദമി എവിടെയാ? തിരുവനന്തപുരം അരിപ്പ. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? തൃശ്ശൂര് പീച്ചി. ഇനി ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരളത്തിൽ എവിടെയാ? ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്താണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാ? കോട്ടയത്താണ്. ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാ? കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട് കേട്ടോ. കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം എവിടെയാണ്? വഴുതക്കാട്, തിരുവനന്തപുരം വഴുതക്കാടാണ്. എന്നാണ് വനദിനം? വനദിനം എന്ന മാർച്ച് 21. മാർച്ച് 21 വനദിനം എന്നാണ് മാർച്ച് 21. ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി എവിടെയാ? ഡെറാഡൂൺ. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ സ്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഒത്തിരി കിടക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്ന് തെറ്റാതെ പറയണേ. നിലവിൽ വന്ന ഡേറ്റ്, പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നും പാർലമെന്റ് പാസ്സാക്കിയത് 2005 സെപ്റ്റംബർ 13-നുമാണ്. പാർലമെന്റ് പാസ്സാക്കിയത് സെപ്റ്റംബർ 13-നുമാണ്. അപ്പം രണ്ടെണ്ണം പഠിച്ചു. 2006 ഒക്ടോബർ 26-ന് നിയമം നിലവിൽ വന്നു. അതിനു മുമ്പ് പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ് 2005 സെപ്റ്റംബർ 13-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ പ്രധാന ഗുണഭോക്താക്കൾ ആരൊക്കെയാ? സ്ത്രീകളും കുട്ടികളുമാണ്. പ്രധാന ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? സ്ത്രീകളും കുട്ടികളുമാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ. നിയമപ്രകാരം ഒരു കുട്ടിയായി പരിഗണിക്കേണ്ട വയസ്സ് എത്രയാണെന്ന് ചോദിക്കാം. 18 വയസ്സാണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു ആണിനെയും പെണ്ണിനെയും എന്തായിട്ട്? കുട്ടിയായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇതിൽ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് അറിയാമോ? ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 37 വകുപ്പുകള്. അതുപോലെ അധ്യായങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 അധ്യായങ്ങളാണ്. അധ്യായങ്ങൾ എത്രയാണ്? 5 അധ്യായങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് രണ്ടൊന്ന് ഓർക്കണേ. വകുപ്പ് എത്രയാണ്? 37 വകുപ്പുകളുണ്ട്. അധ്യായങ്ങൾ എത്ര? 5 എണ്ണമുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ, ആ ഡേറ്റ് തെറ്റരുത്. ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡർ എന്ന് വിളിക്കുന്നത് ദാദാഭായ് നവറോജിയാണ് കേട്ടോ. ഇന്ത്യയുടെ അനൌദ്യോഗിക അംബാസിഡർ എന്ന് വിളിക്കുന്നത് ആരെയാ? ദാദാഭായ് നവറോജി. കൃതിയൊക്കെ ഓർമ്മയുണ്ടോ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതി? ദാദാഭായ് നവറോജിയുടെയാണ്. രസ്തു ഗോഫ്താർ എന്ന മാസിക, വോയിസ് ഓഫ് ഇന്ത്യ എന്ന മാസിക, അതുപോലെ INCക്ക് ആ പേര് കൊടുത്തത് ആരെ? ദാദാഭായ് നവറോജി. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവും ദാദാഭായ് നവറോജി. 1866 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ദാദാഭായ് നവറോജി അല്ലെ? 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച ആരാ? ദാദാഭായ് നവറോജിയാണ്. INCക്ക് ആ പേര് കൊടുത്തത് ദാദാഭായ് നവറോജിയാണ്. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. INCയുടെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. 1906 കൊൽക്കത്ത സമ്മേളനത്തിൽ INCയുടെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ദാദാഭായ് നവറോജിയാണ്. രസ്ത് ഗോഫ്താർ എന്ന മാസിക, അതുപോലെ വോയിസ് ഓഫ് ഇന്ത്യ എന്ന മാസിക ഒക്കെ ദാദാഭായ് നവറോജിയാണ്. ബ്രെയിൻ ഡ്രെയിൻ തിയറി ഇദ്ദേഹത്തിന്റെ അല്ലേ? മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജിയുടെ അല്ലേ? ഇദ്ദേഹത്തിന്റെ പേരിൽ പുരസ്കാരമുള്ള രാജ്യം ബ്രിട്ടൻ ആണ് കേട്ടോ. ദാദാഭായ് നവറോജിയുടെ പേരിൽ പുരസ്കാരമുള്ള രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. അടുത്ത നോക്കെ, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഏത് സ്വാതന്ത്ര്യ സമരമാണെന്ന്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന, അത് പലരും കൺഫ്യൂഷൻ വരും. ഈ റിപ്പബ്ലിക്കൻ സാറേ ഫ്രാൻസ് അല്ലേ എന്ന് ചോദിക്കും. അല്ല, ഫ്രാൻസ് ഇന്ത്യ കടമെടുത്തതാ. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്ന്? അത് ചോദിച്ചാൽ നിങ്ങൾ ഫ്രാൻസ് എന്ന് എഴുതിയാൽ മതി. പക്ഷേ റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം, ഇതൊക്കെ കൊണ്ടുവരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം എന്നിവ കൊണ്ടുവന്നതാരാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ബോസ്റ്റൺ ടീ പാർട്ടിയാണ് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവാരാ? ജെയിംസ് മാഡിസൺ. ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതിയത് ആരാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതിയത് തോമസ് ജെഫേഴ്സൺ ആണ് അല്ലെ? അമേരിക്ക
അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതിയത് തോമസ് ജെഫേഴ്സൺ, അമേരിക്കയുടെ ഭരണഘടന എഴുതിയത് ജെയിംസ് മാഡിസൺ, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റും അവരുടെ നേതാവായിട്ട് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അവരോധിച്ചത് ആരെയാണ്? അത് ജോർജ് വാഷിംഗ്ടണിനെയാണ് അല്ലെ? ജോർജ് വാഷിംഗ്ടൺ. അതൊക്കെ ചോദിക്കാം. അപ്പൊ കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നേ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ റിപ്പബ്ലിക്കൻ ഭരണരീതി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏത് വർഷം? 1776. പക്ഷെ ഇന്ത്യ റിപ്പബ്ലിക് കടമെടുത്തത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ ഹോക്കിയുടെ മതിൽ എന്ന് വിളിക്കുന്നത് ഗോളിയായിരിക്കും അല്ലെ? നമ്മുടെ പ്രിയ ശ്രീജേഷിനെ. ഹോക്കി മാന്ത്രികനല്ല, ഹോക്കിയുടെ മതിൽ എന്ന് വിളിച്ചത് PR ശ്രീജേഷ്. എവിടെയാണ് ജനിച്ചത്? എറണാകുളം കിഴക്കമ്പലത്ത് ജനിച്ചു. ഇദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം 2021 3 മലയാളികൾക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. KM ബീനാമോളിന് കിട്ടി. ഒന്നാമത് കിട്ടുന്നത് KM ബീനാമോൾ മലയാളി, രണ്ടാമത്തത് അഞ്ജു ബോബി ജോർജ്, മൂന്നാമത്തെ നമ്മുടെ പ്രിയ ശ്രീജേഷിനാണ്. ഖേൽരത്ന പുരസ്കാരം 2021. പിന്നെ വേൾഡ് ഗെയിംസ് അത്ലറ്റിക് ഓഫ് ദി ഇയർ അവാർഡ് 2021 അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു, അതും ലഭിച്ചു. പത്മശ്രീ പുരസ്കാരം 2017, അർജുന അവാർഡ് 2015. അത് എത്രയെന്നാണ്? കേരളത്തിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് വന്നത് ഐരാപുരമാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. ആദ്യ റബ്ബർ പാർക്ക് വന്നത് എവിടെയാണ്? ഐരാപുരമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ച ഉടമ്പടി ഗാന്ധി പീറ്റ് ഉടമ്പടി എന്ന് വിളിക്കുന്നു. ഗാന്ധി പീറ്റ് ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തിൽ വനിതകളുടെ സമരത്തെ നയിച്ചത് നാഗമ്മയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 10 ദിവസം നിരാഹാര സമരം ഇരുന്നത് കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? TK മാധവൻ. 3 വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തുടങ്ങിയതല്ലേ വൈക്കം സത്യാഗ്രഹം? ആരൊക്കെയാ? ബാഹുലേയൻ, കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ. ബാഹുലേയൻ, കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ എന്നിവരാൽ തുടങ്ങിയതാണ് വൈക്കം സത്യാഗ്രഹം 1924. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി സേതു ലക്ഷ്മിഭായി അല്ല, ശ്രീമൂലം തിരുനാളാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളും, അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായി ആണ്. അവസാനിക്കുമ്പോൾ ആരാണ്? സേതു ലക്ഷ്മിഭായി. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് ആരെയാണ്? നിരീക്ഷകനായിട്ട് ഗാന്ധിജി പറഞ്ഞു വിട്ടത് വിനോബ ഭാവെയാണ്. ആരെയായിരുന്നത്? വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ നിരീക്ഷകനായിട്ട് കേരളത്തിലേക്ക് വിനോബ ഭാവെ ഗാന്ധിജി പറഞ്ഞു വിടുകയായിരുന്നു. അടുത്ത ചോദ്യം നോക്കേ. പ്രധാന കാർഷിക വിളകൾക്ക് യോജിച്ച മണ്ണിന്റെ pH മൂല്യം. പ്രധാന കാർഷിക വിളകൾക്ക് 6.5 മുതൽ 7.2 വരെയാണ്. ക്യാരറ്റിന്, ക്യാബേജിന് പക്ഷേ 7 മുതൽ 8 വരെ പണം. കാർഷിക വിളകൾക്ക് കൂടുതലും 6.5 മുതൽ 7.5 വരെയാണ്. പക്ഷെ ക്യാരറ്റ്, ക്യാബേജ് എടുത്തു ചോദിച്ചാൽ 7 മുതൽ 8 വരെ. ഉരുളം കിഴങ്ങിന് വളരെ കുറച്ച് pH മൂല്യമാണ്. pH മൂല്യം 5 ആണ്. ഇത് 3 എടുത്തു ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ഒന്ന് എഴുതി വെച്ചിരിക്കുന്നത്. കാലാവസ്ഥാ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് ഹീലിയം വാതകമാണ്. എന്താണെന്ന് ചോദിച്ചാൽ സാന്ദ്രത കുറവായതുകൊണ്ടാണ്. സാന്ദ്രത ഏറ്റവും വളരെ കുറഞ്ഞ വാതക ഹീലിയം ആയതുകൊണ്ടാണ് ഈ ബലൂണുകളിൽ, കാലാവസ്ഥാ ബലൂണുകളിൽ ഹീലിയം ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച കേരളത്തിന്റെ ഒരു ആത്മീയ നേതാവിന്റെ പേര് പറയാം. 42 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച കേരളത്തിലെ ആത്മീയ നേതാവ് സ്വാമി ചിന്മയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ചിന്മയാനന്ദ സരസ്വതി. യഥാർത്ഥ നാമം ബാലകൃഷ്ണ മേനോൻ എന്നാണ്. എറണാകുളം ജില്ലയിലെ പുത്തമ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പം സ്വാമി ചിന്മയാനന്ദ കേരളത്തിൽ ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ബാലകൃഷ്ണ മേനോൻ എന്നാണ്. എറണാകുളം ജില്ലയിലെ പുത്തമ്പള്ളിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഭഗവത്ഗീത ലോകശ്രദ്ധ നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഏതൊക്കെ? സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ മൊത്തം 8 എണ്ണമാണ് ഉള്ളത്. ഏറ്റവും പുതിയതായിട്ട് വരുന്ന സാമ്പത്തിക മേഖല ഇൻഡോർ ആണ് കേട്ടോ. മധ്യപ്രദേശിലെ ഇൻഡോർ പുതിയതായിട്ട് വന്ന ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ഏതാണ്? ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക മേഖല ഏതാണെന്നറിയാം? ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഗുജറാത്തിലെ കാണ്ടിലയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഏതാണ്? ഗുജറാത്തിലെ കാണ്ടിലയാണ്. നിയമസേവന ദിനമായിട്ട് നവംബർ 9 ആണ്. തെറ്റരുത്. നിയമസേവന ദിനം നവംബർ 9. പക്ഷേ ദേശീയ നിയമദിനം കണ്ടോ? നവംബർ 26. ദേശീയ നിയമദിനവും ഭരണഘടനാ ദിനവും നവംബർ 26 ആണ്. നിയമസേവന ദിനം എന്നാണ് നവംബർ 9 ആണ് പറയേണ്ടത്. കുറിച്യൽ ലഹളയുടെ കാരണങ്ങൾ എന്തൊക്കെ? എന്തിനാണ് കുറിച്യൽ ലഹള നടത്തിയെന്ന് ചോദിച്ചാൽ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. ബ്രിട്ടീഷുകാരെ ഇവരെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. 2, നികുതി അടയ്ക്കാൻ കഴിയാത്തവരെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതാണ് 1812 നടന്ന കുറിച്യൽ ലഹളയുടെ പ്രധാന കാരണം
തരണം എന്ന് പറയുന്നത്? രാമൻ നമ്പിയാണ് രാമൻ നമ്പി കുറിച്യലകളയുടെ നേതാവാരാണ് രാമൻ നമ്പി. ഏത് വർഷം കുറിച്യലകള? 1812 കുറിച്യലകളയുടെ കാരണങ്ങൾ ഏതൊക്കെയാ? നികുതി പണമായി അടയ്ക്കാൻ തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരെ പറഞ്ഞു ഇവരെ പണമായിട്ട് തരണമെന്ന്. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെത്തി. ഈ പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. അടുത്ത ചോദ്യം നോക്കേ. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം? അത് തെറ്റിപ്പോരുത്, മധ്യപ്രദേശിലാണ് കേട്ടോ. പഞ്ചായത്ത് രാജ് ആദ്യം വന്നത് രാജസ്ഥാനിലും ആദ്യമായി വന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. അത് രണ്ടും എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് രാജ് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലും പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്. പക്ഷേ നിയമപ്രകാരം ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആദ്യത്തത് രാജസ്ഥാനാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം. വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. പട്ടികവർഗക്കാർ അല്ലെ, പട്ടികവർഗക്കാർ ST വിഭാഗക്കാർ ഏറ്റവും കൂടുതലുള്ളത്. കാളിദാസ പുരസ്കാരം, കബീർ സമ്മാനം, താൻസൻ പുരസ്കാരം ഇതൊക്കെ കൊടുക്കുന്നത് മധ്യപ്രദേശുകാരാണ്. കാളിദാസ പുരസ്കാരം, കബീർ സമ്മാനം, താൻസൻ പുരസ്കാരം എന്നിവ നൽകുന്നു. ജംഗിൾ ബുക്ക് ചിത്രീകരിച്ച കൻഹ ദേശീയ പാർക്ക് മധ്യപ്രദേശിലാണ് അല്ലെ. ജംഗിൾ ബുക്ക് ചിത്രീകരിച്ച പിന്നെ ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന കൂനോം ദേശീയ പാർക്ക് മധ്യപ്രദേശിലല്ലേ ആണെന്ന് തോന്നുന്നു അല്ലെ. എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. കൂനോം ദേശീയ പാർക്ക്, ജംഗിൾ ബുക്ക് ചിത്രീകരിച്ച കൻഹ ദേശീയ പാർക്ക്. ഇന്ത്യയുടെ പ്രധാന വജ്രക്കനിയായ പന്ന വജ്രക്കനി മധ്യപ്രദേശിലാണ്. 200 രൂപ നോട്ടിൽ കാണപ്പെടുന്ന സാഞ്ചി സ്തൂപം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. 200 രൂപ നോട്ടിൽ കാണപ്പെടുന്ന സാഞ്ചി സ്തൂപം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മധ്യപ്രദേശിലാണ്. അപ്പൊ കാളിദാസ പുരസ്കാരം, കബീർ സമ്മാനം, താൻസൻ പുരസ്കാരം ഒക്കെ നൽകുന്നത് മധ്യപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ചരിത്രരേഖകളിൽ ശീലവഴക്ക് എന്ന് വിളിക്കുന്ന സമരം ഏതെന്ന്? ചരിത്ര രേഖകളിൽ ശീലവഴക്ക് എന്നാണ് ഈ ലഹളയ്ക്ക് വിളിക്കുന്ന പേര്. ഏതാണെന്നറിയാമോ? ചാനാർ ലഹള 1859 മെയിൻ ചാനാർ ലഹള 1859. ചാനാർ ലഹളയ്ക്ക് പിന്തുണ കൊടുത്തത് വൈകുണ്ഠസ്വാമികൾ നവോത്ഥാന നായകനാണ്. മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്ത അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. അപ്പം മാറുമറയ്ക്കാനുള്ള അനുവാദം സ്ത്രീകൾക്ക് കൊടുത്ത തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ. 2 ചാനാർ ലഹള നടന്നിട്ടുണ്ട്. 1822 ഒരു ചെറിയ ചാനാർ ലഹളയും മെയിൻ ചാനാർ ലഹള 1859 കേട്ടോ. അപ്പൊ ശീലവഴക്ക്, മാറുമറയ്ക്കൽ സമരം, അതുപോലെ ഒത്തിരി 2-3 പേരുകളിൽ എനിക്ക് തോന്നുന്ന അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ചാനാർ ലഹളയുടെ മാറുമറയ്ക്കൽ അങ്ങനെയൊക്കെ മാറുമറയ്ക്കൽ സമരം ഏതെന്ന് വെച്ചാലും ചാനാർ ലഹള, ശീലവഴക്ക്, ചാനാർ ലഹള 1859 ചാനാർ ലഹള. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡിലാണ്. കേരളത്തിൽ ഒരെണ്ണമേ ഉള്ളൂ, കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഏറ്റവും കൂടുതൽ വരുന്നത് നാഗാലാൻഡിലാണ് ഇന്ത്യയിലെ. ലോകത്തിന്റെ പ്രമേക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിന്റെ പ്രമേക തലസ്ഥാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. പ്രമേകം 2 രീതിയിലുണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. LDCക്കൊക്കെ ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. LDC അല്ല, LGS, LDC എല്ലാത്തിനും വരും. ടൈപ്പ് 1 പ്രമേകം T ലിംബോസൈറ്റിന്റെ പ്രവർത്തനം കാരണം ബീറ്റാ കോശങ്ങൾ നശിക്കുകയും ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രമേകം. T ലിംബോസൈറ്റിന്റെ പ്രവർത്തനം കാരണം ബീറ്റാ കോശങ്ങൾ നശിക്കുകയും ഇൻസുലിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രമേകമാണ് ഏതെന്ന ടൈപ്പ് 1 പ്രമേകം. അടുത്ത നോക്കേ. ടൈപ്പ് 2 പ്രമേകം നോക്കേ. ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരകോശങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രമേകം. ഉൽപാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരകോശങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രമേകമാണ് ടൈപ്പ് 2 പ്രമേകം. വേണ്ടത്ര വ്യായാമം ലഭിക്കാത്തതും അമിതഭാരവുമാണ് ടൈപ്പ് 2 പ്രമേകത്തിന്റെ അപകട സാധ്യത കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് വന്നതുകൊണ്ടാണ്. നല്ലൊരു ചോദ്യമാണ്. ടൈപ്പ് 1 ടൈപ്പ് 2. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ഹരിത വിപ്ലവം നടപ്പിലാക്കാൻ പോകുന്നതിന് മുമ്പ് വന്ന 2 പദ്ധതികൾ. ഒന്ന് IADP പദ്ധതി. ഉറപ്പായിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു വ്യത്യസ്ത ചോദ്യങ്ങളൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിനുള്ള 2 പരിപാടികൾ. ഒന്ന് IADP. 1961 IADP നടപ്പിലാക്കിയത്. പാക്കേജ് സമീപനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതിനാൽ ഇതിനെ പാക്കേജ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നു. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്നറിയാമോ? ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നതിന് കാരണമാവുന്ന 2 പദ്ധതികൾ
പദ്ധതികൾ ഏതൊക്കെയാ? ഒന്ന് IADP, പൂർണ്ണരൂപം എന്താ? ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. കാർഷിക മേഖലയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ പ്രധാന പരീക്ഷണവും IADP പദ്ധതിയായിരുന്നു 61. അടുത്ത വെരി ഇമ്പോർട്ടന്റ് IAAP പദ്ധതി 1964-65 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ആണ് ഏതാ? IAEP. അതായത് ഉയർന്ന ഉൽപാദന സാധ്യതയുള്ള മേഖലകളിൽ തീവ്രമായ രീതിയിൽ ശാസ്ത്രീയവും പുരോഗമനപരവുമായ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകുക. ഇതാണ് ആ പദ്ധതിയുടെ ലക്ഷ്യം. ഉയർന്ന ഉൽപാദന സാധ്യതയുള്ള മേഖലകളിൽ തീവ്രമായ രീതിയിൽ ശാസ്ത്രീയവും പുരോഗമനപരമായ കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി ഏതാ? IAAP. ഏത് വർഷമാ? 64-65. പൂർണ്ണരൂപം എന്താ? ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം. കിട്ടുമല്ലോ. IAEPയും IADPയും പഠിച്ചു വെച്ചിരിക്കണേ. അതായത് ഹരിത വിപ്ലവം ആരംഭിക്കുന്നതിന് കാരണമായ രണ്ട് പദ്ധതികൾ ഏതൊക്കെയാ? അത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഉറപ്പായിട്ട് ഭൗമദിനം എന്നാണ്? ഭൗമദിനം എന്നാന്ന് ചോദിച്ചാൽ ഏപ്രിൽ 22 അല്ലെ? 54ാമത് ഭൗമദിനാചരണമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഏപ്രിൽ 22 ഈ മാസം നടക്കുന്നത്. 23 ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നതാണ്. അപ്പൊ 2023 ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. 24 പ്രമേയം ഏതാ? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എത്രാമത്തെ? 54ാമത്തത് ലോക ഭൗമദിനം എന്ന ഏപ്രിൽ 22. ഏപ്രിൽ 23 പുസ്തക ദിനമാണ്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമാണ്. ഏപ്രിൽ 25 മലേറിയ ദിനമാണ്. ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനമാണ്. ഒന്നുകൂടെ പറഞ്ഞേ. ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം. ഏപ്രിൽ 22 ഭൗമദിനം. ഏപ്രിൽ 23 പുസ്തക ദിനം. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. ഓക്കെ, കുഴപ്പമില്ലല്ലേ? കുറച്ച് ഒത്തിരി ഓവർ ആയോ? അത്രയും സമയം എടുത്തു എന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഈ പറഞ്ഞു പോയ ഒത്തിരി കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് 20 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 40 മിനിറ്റോളം ആയി കാണും. എന്നാലും കുറച്ചങ്ങ് തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. കുറെ നല്ല ചോദ്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അറിഞ്ഞുകൂടാത്തവർ അത് എഴുതിയെടുത്ത് പിന്നെ അറിയുന്നവര് റിവിഷനായിട്ട് എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുന്ന വെള്ളി പുറത്തിരുന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കണേ. റിവിഷൻ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കിയാണ് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കിയാൽ ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടന്റ് നോക്കിയാണ് കൊണ്ടുവന്നത്. പ്രയോജനപ്പെടും, ഉറപ്പായിട്ട് പ്രയോജനപ്പെടും എന്നൊരു വിശ്വാസമുണ്ട്. ഓക്കെ, നല്ലൊരു നല്ലൊരു നമ്മുടെ റാങ്ക് മേക്കിംഗ് സീരീസുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.